മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എപ്സന്റെ ആൾ ഇൻ വൺ ഇങ്ക് ടാങ്ക് കളർ പ്രിന്ററായ എപ്സൺ L6270 എന്ന പ്രിന്ററിന്റെ ഡ്രൈവർ എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള ഒരു സിമ്പിൾ വീഡിയോ ആണ്. വീഡിയോ കാണുമ്പോൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അവിടെ ഗൂഗിളിൻ്റെ ഹോം പേജ് എടുത്തതിന് ശേഷം എപ്സൺ L6270 പ്രിൻ്റർ ഡ്രൈവർ എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് കുറേ ഇവിടെ റിസൾട്ട്സ് കിട്ടും. അതിൽ ഫസ്റ്റ് കാണുന്ന epson.co.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഇവിടെ ആദ്യം നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ വിൻഡോസ് മാക് ഏതാണ് വെർഷൻസ് അത് സെലക്ട് ചെയ്യുക. ഒരുവിധം എല്ലാ സിസ്റ്റത്തിലും പുതിയ സിസ്റ്റത്തിലും ഓട്ടോമാറ്റിക് ഡിറ്റക്റ്റ് ആയിട്ടുണ്ടാകും. ഇല്ലെങ്കിൽ നിങ്ങളവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ വെർഷൻ ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം താഴോട്ട് പോരുക. ഇവിടെ ഡ്രൈവേഴ്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അവിടെ നമുക്ക് രണ്ട് ലിസ്റ്റ് കാണാൻ സാധിക്കും, സ്കാനർ ഡ്രൈവറും പ്രിൻ്റർ ഡ്രൈവറും. അപ്പോൾ നമുക്ക് ആദ്യം പ്രിൻ്റർ ഡ്രൈവറാണ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ളത്. അപ്പോൾ അതിൻ്റെ നേരെ റൈറ്റ് സൈഡിൽ കാണുന്ന ഡൗൺലോഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നെക്സ്റ്റ് പേജിലോട്ട് പോകും. അവിടെ അക്സെപ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമുക്ക് ആവശ്യമുള്ള ഫയൽ ഡൗൺലോഡിങ് സ്റ്റാർട്ട് ആവുന്നതാണ്. ഡൗൺലോഡിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ജസ്റ്റ് ആ ഫയലിൻ്റെ അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഇൻസ്റ്റാളേഷൻ ഫയൽ ഓപ്പണായി വരുന്നതാണ്. ഇവിടെ ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. പിന്നെ നമ്മളോട് ലാംഗ്വേജ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ ലാംഗ്വേജ് ഏതാണെന്ന് വേണ്ടത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഓക്കെ എന്നുള്ളത് കൊടുക്കുന്നു. ഇവിടെ അഗ്രി എന്നുള്ളത് ടിക്ക് ചെയ്താൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ അഗ്രി എന്നുള്ളത് ടിക്ക് ചെയ്യുന്നു. എന്നിട്ട് ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇൻസ്റ്റാളിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. ഈ സമയത്ത് USB കേബിൾ കണക്ട് ചെയ്യാൻ ചോദിക്കും. ആ സമയത്ത് മാത്രമേ USB കേബിൾ കണക്ട് ചെയ്യാൻ പാടുള്ളൂ. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിനു മുമ്പ് നിങ്ങൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അത് റിമൂവ് ചെയ്യുക. ഓക്കെ, ഇവിടെ കണക്ഷൻ മെത്തേഡ് ചോദിക്കുന്നുണ്ട്. നമ്മളിവിടെ ഈ വീഡിയോയിൽ USB കണക്ഷൻ വഴിയുള്ളതാണ് പരിചയപ്പെടുത്തി തരുന്നത്. അപ്പം നോ USB കണക്ഷൻ എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ സമയത്ത് മാത്രമേ പ്രിൻ്ററും കമ്പ്യൂട്ടറും നമ്മൾ USB കേബിൾ കണക്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ കണക്ട് ചെയ്യുന്നു. കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഡിറ്റക്റ്റഡ് എന്നുള്ളത് കാണിക്കുന്നതാണ്. കമ്പ്യൂട്ടറിൽ ഡിറ്റക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സിങ് ഏകദേശം കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഫയൽ ഓപ്പൺ ചെയ്ത് പ്രിൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പ്രിൻറ്റ് ചെയ്ത് വരുന്നതാണ്. ഈ സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിടുകയാണെങ്കിൽ ദയവ് ചെയ്ത് സിസ്റ്റം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്താൽ മതി. ആ പ്രോബ്ലം സോൾവ് ആവുന്നതാണ്. ഞാനിപ്പോൾ സാമ്പിളിന് വേണ്ടി ഞാൻ ജസ്റ്റ് ടെസ്റ്റ് പേജ് പ്രിൻറ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇൻസ്റ്റാളേഷൻ സക്സസ്ഫുള്ളി എന്നുള്ള മെസ്സേജ് വരുന്നതാണ്. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. യെസ്, ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്.
ഓക്കെ, യെസ്, ഈ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത പ്രോസസ്സ് എല്ലാം കംപ്ലീറ്റഡ് ആണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇനി ഇത് നമുക്ക് മിനിമൈസ് ചെയ്ത് നമുക്ക് എന്തെങ്കിലും ഡോക്യുമെൻറ്റ് എന്തെങ്കിലും പ്രിൻറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ കൺട്രോൾ പാനലിൽ പോയിട്ട് ഡിവൈസ് ആൻഡ് പ്രിൻറ്റേഴ്സ് ഓപ്പൺ ചെയ്ത് നമുക്കൊരു ടെസ്റ്റ് പേജ് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് ഞാൻ കൺട്രോൾ പാനൽ ഓപ്പൺ ചെയ്തു, അതിൽ ഡിവൈസ് ആൻഡ് പ്രിൻറ്റേഴ്സ് എടുത്തു. എൻ്റെ ലാപ്പിൽ കുറേ സിസ്റ്റംസ് കണക്റ്റ് ആയതുകൊണ്ട് കുറേ പ്രിൻറ്റേഴ്സ് കണക്റ്റ് ആയതുകൊണ്ട് കുറേ ലിസ്റ്റ് കാണിക്കുന്നുണ്ടാവും. അതിൽ നമ്മൾ പ്രിൻ്ററിൻ്റെ പേര് വരുന്നതാണ്. ആ പേരിൻ്റെ അവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അതിൽ പ്രിൻറ്റ് ടെസ്റ്റ് പേജ് എന്നുള്ള കാണുന്നത് ക്ലിക്ക് ചെയ്യുന്നു. അതോടുകൂടി നമ്മൾ കമ്പ്യൂട്ടറിൽ നിന്നും പ്രിൻ്ററിലേക്ക് ടെസ്റ്റ് പേജ് കമാൻഡ് പോയി പ്രിൻറ്റ് ചെയ്ത് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.